ഈ തെരഞ്ഞെടുപ്പ് ദേശീയ തലത്തിൽ വൻ പ്രാധാന്യമുള്ള ഒന്നാണ്. കോൺഗ്രസിനെ തള്ളുകയും ബി.ജെ.പിയെ പരാജയപ്പെടുത്തുകയും ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത ദേശീയ തലത്തിൽ മഹാഭൂരിപക്ഷം ജനങ്ങൾക്കും ബോധ്യമായിട്ടുള്ള ഒരു ഘട്ടമാണിത്. കഴിഞ്ഞ 2 ടേമിൽ അധികാരത്തിൽ തുടരുന്ന കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള UPA ഗവൺമെൻറ് നമ്മുടെ രാജ്യത്തിലെ ജനങ്ങളെ തകർക്കുന്ന ഭരണമാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. അംഗീകരിച്ച ആഗോളവൽക്കരണ നയത്തിൻ്റെ ഭാഗമായി നടപ്പാക്കുന്ന നവ ഉദാരവൽക്കരണ നടപടികൾ പാവപ്പെട്ട ജനങ്ങളുടെ തലയിൽ കൂടുതൽ ഭാരം അടിച്ചേൽപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. 1,40,000 കോടി രൂപയുടെ ഓഹരിയാണ് പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്നും വിറ്റു തുലക്കാൻ UPA ഗവൺമെൻറ് സന്നദ്ധമായത്. നമ്മുടെ രാജ്യത്തിലെ കർഷക ജനസാമാന്യം തീരാ ദുരിതത്തിലാണ്. ഇതിൻ്റെ ഭാഗമായി കർഷക ആത്മഹത്യ പെരുകുന്ന രാജ്യമായി ഇന്ത്യ മാറിയിരിക്കുന്നു. അഴിമതി 5.5 ലക്ഷം കോടി രൂപയുടെ അഴിമതിയാണ് ഇക്കാലയളവിൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ രാജ്യത്തരങ്ങേറിയത്. നമ്മുടെ രാജ്യത്തിലെ കോർപ്പറേറ്റുകൾക്ക് വൻതോതിൽ സൗജന്യങ്ങളും സഹായങ്ങളും ഗവൺമെൻറ് അനുവദിക്കുമ്പോൾ പാവപ്പെട്ടവരെ ആകെ കുത്തുവാളി എടുപ്പിക്കുന്ന അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. ഇതിനെല്ലാം എതിരെയുള്ള ശക്തമായ രോഷം ബഹുജനങ്ങളിൽ അലിയടിച്ചു വരികയാണ്. അമേരിക്കയുടെ താൽപ്പര്യങ്ങൾക്ക് വഴങ്ങി നമ്മുടെ രാജ്യത്തിൻ്റെ ഉത്തമമായ താൽപ്പര്യങ്ങളടക്കം ബലി കൊടുക്കുന്ന അവസ്ഥയും ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടാവുകയാണ്. കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള UPA ഗവൺമെൻറ് രാജ്യത്തിൻ്റെ സൽപാരമ്പര്യങ്ങളെല്ലാം തകർക്കുന്ന കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. രാജ്യത്തുയർന്നു വരുന്ന വർഗീയതയുടെ വിപത്തിനെ നേരിടാൻ കോൺഗ്രസ്സിന് കഴിയില്ല എന്നത് ഒരു വസ്തുതയാണ്. ഇന്നത്തെ ഇന്ത്യയിൽ അതിദയനീയമായി പരാജയപ്പെടുന്ന ഒരു കക്ഷിയായി കോൺഗ്രസ് മാറുകയാണ്. പകരം ഞങ്ങളാണ് അധികാരത്തിലേറുക എന്ന് പറഞ്ഞുകൊണ്ടുവരുന്ന BJPക്കും രാജ്യത്ത് അധികാരത്തിലേറാൻ കഴിയില്ല. ഇന്ത്യയിലെ വലിയ സംസ്ഥാനങ്ങളിലൊന്നിലും BJP ശക്തിയല്ല. ആ സംസ്ഥാനങ്ങളിലെല്ലാം അവിടങ്ങളിലുള്ള പ്രാദേശിക രാഷ്ട്രീയ കക്ഷികളാണ് പ്രബലമായി നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ രാജ്യത്തെ മഹാഭൂരിപക്ഷം വരുന്ന മതനിരപേക്ഷ ചിന്താഗതിക്കാരായ ജനങ്ങൾ RSS നേതൃത്വം കൊടുക്കുന്ന BJPയെ അംഗീകരിക്കാൻ തയ്യാറാവില്ല. ഇവിടെ കോൺഗ്രസിനെ തള്ളുകയും BJPയെ പരാജയപ്പെടുത്തുകയും ചെയ്യുന്ന സമീപനമാണ് ജനങ്ങൾ സ്വീകരിക്കാൻ പോകുന്നത്. ഇതിന് ശക്തി പകരുന്ന ഒരു നിലയാണ് നമ്മുടെ കേരളത്തിന് സ്വീകരിക്കാൻ കഴിയുക. ദേശീയ തലത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ രണ്ടിനെയും മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു സംവിധാനം കേന്ദ്ര തലത്തിൽ രൂപം കൊള്ളുന്നതിൻ്റെ സൂചനകളാണ് അടുത്ത കാലത്ത് ശക്തമായിട്ടുള്ളത്. നേരത്തെ രൂപം കൊണ്ട 11 പാർട്ടികളുടെ ബ്ലോക്ക് അതിൻ്റെ സൂചനയായിരുന്നു. ഇത്തവണയും അത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്. തെരഞ്ഞെടുപ്പിന് ശേഷം കോൺഗ്രസ് ഇതര BJP ഇതര കക്ഷികൾ കൂടിയുള്ളൊരു സംവിധാനം രൂപം കൊള്ളാനുള്ള സാധ്യതയാണ് ഉയർന്നു വരുന്നത്. ഇതിൽ മതനിരപേക്ഷ ജനാധിപത്യ കക്ഷികളോടൊപ്പം പ്രമുഖമായ പങ്കുവഹിക്കാൻ കഴിയുന്ന ഒന്നാണ് ഇന്ത്യയിലെ ഇടതുപക്ഷം. ഇക്കാര്യത്തിൽ വലിയ സംഭാവന നൽകാൻ ബാധ്യതയുള്ള സംസ്ഥാനമാണ് കേരളം. കേരളത്തിലെ ജനങ്ങളാകെ ഇന്ന്
കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന UDF ഗവൺമെൻറ്റിനെ ഒരു ശാപമായാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളെ വൻപിച്ച ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കാൻ കേരളത്തിലെ ജനങ്ങൾ കക്ഷിഭേദമന്യേ തയ്യാറാകുന്ന കാഴ്ചയാണ് ഉയർന്നു വന്നിട്ടുള്ളത്. ഈ സാഹചര്യത്തിൽ കേരളത്തിലെ 20 മണ്ഡലങ്ങളിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ എല്ലാ വോട്ടർമാരും തയ്യാറാകണം എന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്.